നമസ്കാരം. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഈ ദിവസങ്ങളിൽ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. 1458 സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പെൻഷൻ വാങ്ങി എന്നത് ഞെട്ടലോടുകൂടിയാണ് പലരും കേട്ടത്. കോളേജ് അധ്യാപകരും പോലീസുകാരും ഹയർ സെക്കൻഡറി അധ്യാപകരും ആരോഗ്യവകുപ്പ് ജീവനക്കാരും അടക്കം 1458 പേർ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയിരിക്കുന്നു. ഇവരിൽ പലർക്കും 1 ലക്ഷത്തിലധികം രൂപ ശമ്പളമുണ്ട്. അവരാണ് പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി സർക്കാർ മിച്ചം വെച്ച് കൊടുക്കുന്ന 1600 രൂപ അക്ഷയ സെൻറ്ററിൽ പോയി മസ്റ്ററിങ് നടത്തി ഉറപ്പാക്കി അവരുടെ വിരലടയാളം പതിച്ച് ഈ പണം കൈപ്പറ്റിക്കൊണ്ടിരുന്നത്. വളരെ ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന മറ്റു ചില വാർത്തകൾ ഇത് സർക്കാരിൻ്റെ ശമ്പളം കൊടുക്കുന്ന സ്പാർക്ക് സോഫ്റ്റ്വെയറിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയതാണ്. എന്നാൽ സ്പാർക്കിൽ പെടാതെ നേരിട്ട് ശമ്പളം കൈപ്പറ്റുന്ന കരാർ ജീവനക്കാരും താൽക്കാലിക ജീവനക്കാരുമൊക്കെ വേറെ ഉണ്ടാകുമെന്ന്. കുറഞ്ഞത് 10,000 പേരെങ്കിലും ഇങ്ങനെ അനധികൃതമായി സർക്കാരിൻ്റെ പെൻഷൻ 1600 രൂപ പാവങ്ങൾക്ക് കൊടുക്കുന്ന പെൻഷൻ കൈപ്പറ്റുന്നു എന്നാണ് റിപ്പോർട്ട്. തീർച്ചയായും ഭയപ്പെടുത്തുന്നത് തന്നെയാണ്. 4 വർഷം മുമ്പ് 2020 ജൂൺ മാസം 16-ാം തീയതി മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന ഒരു വാർത്ത കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അന്നും ഇങ്ങനെയൊരു വാർത്ത പുറത്തു വന്നിരുന്നു. 2346 സർക്കാർ ഉദ്യോഗസ്ഥർ അന്ന് പെൻഷൻ കൈപ്പറ്റി എന്നായിരുന്നു വാർത്ത. ഈ 2346 പേർക്കെതിരെ എന്ത് നടപടിയെടുത്തു? അവർ അനധികൃതമായി കൈവശപ്പെടുത്തിയ പെൻഷനും അതിൻ്റെ പലിശയും തിരിച്ചു വാങ്ങിയോ? അവർക്കെതിരെ അച്ചടക്ക നടപടിയെടുത്തോ? അവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടോ? അവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടോ? അവരെ സമൂഹത്തിന് മുൻപിൽ നാണം കെടുത്തിയോ? ഇതൊക്കെ ചോദ്യമായി അവശേഷിക്കുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ് എല്ലാ വർഷവും ഇത് ആവർത്തിക്കപ്പെടുന്നത്. ഒരുപക്ഷെ അന്ന് കണ്ടുപിടിക്കപ്പെട്ട 2346 പേരിൽ ചിലർ ഇപ്പോഴും അനധികൃതമായി ഇത് കൈപ്പറ്റുന്നുണ്ടാവാം. ഇത് സർക്കാരിൻ്റെ വീഴ്ചയാണ്. മസ്റ്ററിങ് അടക്കമുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കവേ, ഒട്ടേറെ മാനദണ്ഡങ്ങൾ പെൻഷന് വേണ്ടി നിലവിലുണ്ടായിരിക്കവേ ഇങ്ങനെ സംഭവിക്കുന്നത് സർക്കാരിൻ്റെ മാത്രം വീഴ്ചയാണ്. ഈ തട്ടിപ്പിന് കുടപിടിച്ച ഉദ്യോഗസ്ഥന്മാർ, സഹകരണ ബാങ്കിലെ ജീവനക്കാർ, പഞ്ചായത്ത് അംഗങ്ങൾ, മസ്റ്ററിങ് നടത്തി അക്ഷയ സെൻറ്ററിലെ ജീവനക്കാർ, ഇവരൊക്കെ ഉത്തരവാദികളാണ്. അവരെയൊക്കെ പ്രതി ചേർത്തുകൊണ്ട് ഒരു വലിയ ക്രിമിനൽ കേസ്, തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും ക്രിമിനൽ കേസ് എടുത്ത് വേണം ഇതിന് സർക്കാർ പരിഹാരം കാണാൻ. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ തട്ടിപ്പ് സംഭവിക്കുന്നത്? അതിലേക്ക് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് നമ്മൾ ഞെട്ടലോടെ ചില സത്യങ്ങൾ തിരിച്ചറിയുന്നത്. വാസ്തവത്തിൽ ഈ ഉദ്യോഗസ്ഥന്മാർ കാട്ടിയ തട്ടിപ്പ് മാസം 23 ലക്ഷം രൂപയിൽ അല്ലെങ്കിൽ ഒരു വർഷം 2.25 കോടി രൂപയിൽ നിന്നാൽ CPMകാർ മൊത്തത്തിൽ ഇതിൻ്റെ പേരിൽ നടത്തുന്ന തട്ടിപ്പ് അതിനേക്കാളൊക്കെ 100 മടങ്ങാണ്. കോടിക്കണക്കിന് രൂപയാണ് CPMകാർ പെൻഷൻ പദ്ധതിയുടെ ഭാഗമായി തട്ടിയെടുക്കുന്നത്. ഇന്ന് അതിരാവിലെ ഞെട്ടലോടുകൂടിയാണ് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നുപോയതും രേഖകൾ ശേഖരിച്ച് പരിശോധിച്ച് പഠിച്ചതും. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെ തട്ടിപ്പ് നടത്താൻ കഴിയുന്നതിൻ്റെ ഉത്തരവാദിത്വവും സർക്കാരിനാണ്, CPMനാണ് എന്നത് തെളിയിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ ഫണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് കൊടുക്കുന്നില്ല എന്നതാണ്. മോദി സർക്കാർ സാധാരണക്കാർക്കും സീറോ ബാലൻസ് അക്കൗണ്ട് തുറക്കാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും സീറോ ബാലൻസ് അക്കൗണ്ട് തുറക്കുകയും ആ അക്കൗണ്ടിലേക്ക് പണം സ്വീകരിക്കുകയും ചെയ്യാം. ബാങ്കിൽ കൊണ്ടുപോകാൻ മക്കളോ മറ്റാളുകളോ ഇല്ലാത്തവരുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ടാക്കാം. ഗ്രന്ഥശാലകളോ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായ CPMനൊക്കെ അവരെ കൊണ്ടുപോയി ബാങ്ക് അക്കൗണ്ട് തുറപ്പിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ സർക്കാർ ഒരു ഉത്തരവിട്ടാൽ പെൻഷൻ ആവശ്യത്തിന് വേണ്ടി ബാങ്ക് ജീവനക്കാർ വീടുകളിൽ വന്ന് അക്കൗണ്ട് തുറക്കണം എന്ന നിയമം കൊണ്ടുവരാം. ഇതൊക്കെ ചെയ്യാമായിരിക്കവേ ബോധപൂർവം ഏതാണ്ട് പകുതിയോളം ആളുകൾക്ക് നേരിട്ട് വിതരണം ചെയ്യാൻ സർക്കാർ സമ്പ്രദായം ഉണ്ടാക്കിയത് അത് തട്ടിപ്പിന് വേണ്ടിയാണ്. സഹകരണ ബാങ്ക് ജീവനക്കാർ 25 രൂപ ഈടാക്കിക്കൊണ്ട് വീടുകളിൽ കൊണ്ട് നേരിട്ട് കൊടുക്കുന്നു എന്നാണ് വയ്പ്. വാസ്തവത്തിൽ ഇത് വലിയ തട്ടിപ്പിന് വേണ്ടിയുള്ള ഒരു വഴിയായി മാറ്റിയെടുത്തതാണ്. സഹകരണ ബാങ്ക് ജീവനക്കാരല്ല, പാർട്ടിക്കാരാണ് കൊണ്ടു കൊടുക്കുന്നത്. എനിക്ക് നേരിട്ട് ഞങ്ങളുടെ നാട്ടിലെ ചില കാര്യങ്ങൾ വ്യക്തമായി അറിയാം. പാർട്ടിക്കാർ തന്നെ ഈ പണം കൈപ്പറ്റും. അവർ പലപ്പോഴും അർഹതപ്പെട്ടവർക്ക് കൊടുക്കില്ല. പലപ്പോഴും അവർ പറയുന്നത് സർക്കാരിൻ്റെ ഫണ്ട് വന്നിട്ടില്ലെന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെൻഷൻകാരനെ കണ്ടപ്പോൾ അയാൾ സങ്കടത്തോടെ പറഞ്ഞു, 1 വർഷമായി പെൻഷൻ കിട്ടുന്നില്ലെന്ന്. അന്വേഷിച്ചപ്പോൾ ഇത് വാങ്ങിക്കൊണ്ടുപോയ പാർട്ടിക്കാരൻ അത് പോക്കറ്റിലിട്ടു, ഇയാൾക്ക് കൊടുത്തിട്ടില്ല.
ഇനി അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഈ പണം കൊണ്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം ഇവർ കൈപ്പറ്റും, അല്ലെങ്കിൽ മനസ്സോടെ കടമെന്ന് പറഞ്ഞ് കൊണ്ടുപോകും, തിരിച്ചു കൊടുക്കില്ല. ഇങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് പ്രാദേശികമായി CPM-കാർ അടിച്ചു മാറ്റുന്നത്. 2, ഈ വെരിഫിക്കേഷനും മസ്റ്ററിങ്ങും ഒക്കെ നടത്തുന്നത് പാർട്ടി പ്രാദേശിക സംവിധാനങ്ങളാണ്. അനർഹരായവരാണ് ഭൂരിപക്ഷവും ഇങ്ങനെ കടന്നുകൂടിയിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ആ വകുപ്പിൽ കടന്നുകൂടിയത് കൊണ്ട് ഇത് വിവാദമായെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ലാത്ത പലരും യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നവരോ കണക്കിൽപ്പെട്ടവരോ അല്ല. ഒരു തട്ടിക്കൂട്ടിൻ്റെ ഭാഗമായി അവരെയൊക്കെ ഉൾപ്പെടുത്തി ഈ പണം അടിച്ചു മാറ്റുകയാണ്. ഇതിൻ്റെ തുടർച്ച തന്നെയാണ് കഴിഞ്ഞ ദിവസം സർക്കാർ ഒരു ഉത്തരവിറക്കി മരിച്ചവർക്ക് കുടിശ്ശികയില്ല എന്ന് പറഞ്ഞത്. ഇതും വാസ്തവത്തിൽ പാർട്ടിക്കാർക്ക് തട്ടിയെടുക്കാനുള്ള ഉപാധിയാണ്. കുടിശ്ശിക നേരത്തെ തന്നെ എഴുതി പോകുന്നതാണ്. ആ കുടിശ്ശിക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വരുന്നതുമാണ്. ആ വരുന്ന പണം ആരെങ്കിലും മരിച്ചാൽ നിങ്ങൾക്ക് കുടിശ്ശികയില്ല എന്ന് പറഞ്ഞ് സഖാക്കളിൽ അടിച്ചു മാറ്റുകയാണ്. ഒരു മാസം പെൻഷൻ കൊടുക്കാൻ വേണ്ടി 918 കോടി രൂപ ചെലവാകുമെന്നാണ് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളതും അങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നതും. 62 ലക്ഷം പേർക്ക് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ പേര് KSSPL എന്നാണ്, കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ്. ഈ കമ്പനിയുടെ വെബ്സൈറ്റിലെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് 50,53,804 പേർക്ക് പെൻഷൻ കൊടുക്കുന്നുള്ളൂ എന്നാണ്. അതിൽ തന്നെ നേരിട്ട് കൊടുക്കുന്നത് 23,60,913 പേർക്കും ബാങ്ക് വഴി 26,92,891 പേർക്കും ഏതാണ്ട് പകുതിയോളം പേർക്ക് നേരിട്ട് കൊടുക്കുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ തട്ടിപ്പിന് വേണ്ടിയാണ് ഇവർക്ക് നേരിട്ട് കൊടുക്കുന്നത്. ഈ 50 ലക്ഷം എന്ന് വെബ്സൈറ്റിൽ ഇടുമ്പോൾ തന്നെ സർക്കാർ പത്രക്കുറിപ്പിൽ പറയുന്നത് 62 ലക്ഷം എന്നാണ്. ഇത് കണക്ക് കൂട്ടി നോക്കിയാൽ ഈ 50,53,804 പേർക്ക് പെൻഷൻ 1,600 രൂപ വെച്ച് കൊടുത്താൽ എങ്ങനെയാണ് 918 കോടിയാവുന്നത്? ഇത് തന്നെ തട്ടിപ്പിൻ്റെ മറ്റൊരു മുഖമാണ്. ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് സർക്കാർ വെബ്സൈറ്റിൽ തന്നെയാണ്. പെൻഷൻ ഡാഷ്ബോർഡ് സംസ്ഥാന തലത്തിൽ വളരെ കൃത്യമായി ഡയറക്റ്റ് എന്ന് പറയുന്നു, 23 ലക്ഷത്തി പറയുന്നുണ്ട്, ബാങ്ക് വഴി ഇത് കൃത്യമായി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് എങ്ങനെയാണ് ഇവർ 912 ആവുന്നത്? ഇനി CAG-യുടെ റിപ്പോർട്ടുണ്ട്, ഭയപ്പെടുത്തുന്ന റിപ്പോർട്ടാണ്. CAG റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു ഈ പെൻഷൻ പദ്ധതി മുഴുവൻ ഉഡായിപ്പാണ്. അതിന് വെബ്സൈറ്റ് തന്നെ, പെൻഷൻ്റെ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന വെബ്സൈറ്റും അതിൻ്റെ സോഫ്റ്റ്വെയറും പോലും സാമ്പത്തിക തിരിമറി നടത്താൻ കഴിയുന്ന തരത്തിലാണ്. എണ്ണി അവർ പറയുന്ന 2 കാര്യങ്ങൾ വളരെ കൃത്യമായി പറയുന്നു. അപ്പൻഡിക്സിലെ ഡിസ്ക്രിപ്പൻസി നോട്ടഡ് ഇൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതിയിരിക്കുന്നു. ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ടഡ് ബിഫോർ ആപ്ലിക്കേഷൻ ഡേറ്റ്. അപേക്ഷ ക്ഷണിക്കുന്നതിന് മുൻപ് 16,409 പേർക്ക് കൊടുത്തു. ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ടഡ് ബിഫോർ അപ്രൂവൽ ഡേറ്റ്. അപ്രൂവൽ കിട്ടുന്നതിന് മുൻപ്, ഈ പരിശോധനയൊക്കെ കഴിഞ്ഞ് യോഗ്യതയുണ്ട് എന്ന് കണ്ടെത്തുന്നതിന് മുൻപ് 2,70,433 പേർക്ക് കിട്ടി. അതായത് 2,86,842 പേർക്ക് ക്രമവിരുദ്ധമായി കൊടുത്തിട്ടുണ്ട് എന്ന് CAG കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല CAG റിപ്പോർട്ടിൽ പറയുന്ന കുറേയധികം ഫൈൻഡിങ്ങുകളുണ്ട്. ഇനിഷ്യൽ ആപ്ലിക്കേഷൻ ആർ നോട്ട് ബീങ് റെക്കോർഡഡ് ഇൻ ദ സിസ്റ്റം. ആപ്ലിക്കേഷൻ ഫോം ഉപയോഗിച്ചിട്ടില്ല. വെരിഫിക്കേഷൻ പ്രോസസ് ആൻഡ് ഇറ്റ്സ് റിപ്പോർട്ട് ലാക്സ് ക്ലാരിറ്റി. എങ്ങനെയാണ് വെരിഫൈ ചെയ്യുന്നത് എന്ന് പറയുന്നില്ല. ദർ ആർ ഇൻകോർഡിനേറ്റ് ഡിലേ ഇൻ അപ്രൂവൽ ഓഫ് ബെനഫിഷ്യറീസ്. ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിന് ഒരുപാട് ഡിലേ ഉണ്ടാകുന്നു. മോർ ദാൻ 1 SSP ഗ്രാൻഡഡ് ടു സിംഗിൾ ബെനിഫിറ്റ്. സ്റ്റേറ്റ് പെൻഷൻ ഒരാൾക്ക് തന്നെ ഒന്നിലധികം കൊടുത്തിട്ടുണ്ട്. അപ്രൂവ്ഡ് വിതൗട്ട് മാൻഡേറ്ററി സർട്ടിഫിക്കറ്റ്, നിയമപരമായ സർട്ടിഫിക്കറ്റിലാണ് പണം കൊടുക്കുന്നത്. ബെനിഫിഷ്യറീസ് ആർഡഡ് ഈവൻ വിതൗട്ട് സബ്മിറ്റിംഗ് ആൻ ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുൻപ് അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സർവീസ് പെൻഷൻ ആൻഡ് ഗവൺമെന്റ് എംപ്ലോയീസ് റെക്കോർഡഡ് SSP. പെൻഷൻ കിട്ടുന്നവർ സർക്കാർ ഉദ്യോഗസ്ഥരും 39.27 കോടി രൂപ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ പറയുന്ന 2.7 കോടിയാണ് വിവാദമായിരിക്കുന്നത്. CAG മുമ്പേ പറഞ്ഞു സർക്കാരിന് പെൻഷനുള്ളവരും സർക്കാർ ജോലിക്കാരുമായി 39.27 കോടി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. നോൺ മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ്. ഈ പെൻഷൻ കൊടുക്കാൻ സർക്കാർ എടുത്തിരിക്കുന്ന കമ്പനിക്ക് അക്കൗണ്ട് ബുക്ക് പോലുമില്ല. ഒരു കമ്പനി, സർക്കാരിൻ്റെ കമ്പനിയാണ്, കോടികൾ കടമെടുത്തും പെൻഷൻ കൊടുക്കുന്ന സംഭവമാണ്. ഇതിൻ്റെ അക്കൗണ്ടിങ് ശരിയല്ല. എക്സസ് ലോൺസ് റേസ്ഡ് ബൈ KCCPL. അതായത് ഈ കമ്പനി ഈ പറയുന്ന പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലോൺ എടുക്കുന്നത്. പക്ഷേ എത്ര രൂപയാണോ പെൻഷൻ കൊടുക്കേണ്ടത് അതിനേക്കാൾ കൂടുതൽ ലോൺ എടുത്തിട്ടുണ്ട്. വലിയ തട്ടിപ്പല്ലേ? ഇപ്പോഴും പെൻഷൻ കുടിശ്ശിക 6 മാസമുണ്ട്. പെൻഷൻ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ലോൺ എടുത്തിട്ടുണ്ട്, പക്ഷെ പെൻഷൻ കൊടുത്തു തീർത്തിട്ടില്ല. ഈ തുക എങ്ങോട്ട് പോയി? KSSPL ആൻഡ് ദി ഡയറക്ടറേറ്റ് ഓഫ് പഞ്ചായത്ത് ഹാവ് കോൺഫ്ലിക്റ്റിംഗ് ഫിഗേഴ്സ് ഡ്യൂ ടു നോൺ റിക്കൺസിലിയേഷൻ ഓഫ് അക്കൗണ്ട്സ്. പഞ്ചായത്ത് പറയുന്നതും
ഈ കമ്പനി പറയുന്നതുമായ ഗുണഭോക്താക്കളുടെ എണ്ണത്തിൽ പോലും വ്യക്തതയില്ല. SSB പേയ്മെന്റ്സ് ഡിനൈഡ് മോർ ദാൻ 25,000 എലിജിബിൾ ബെനിഫിഷ്യറി. അതേസമയം യോഗ്യതയുള്ള 25,000 പേർക്ക് പണം കൊടുത്തിട്ടില്ല. പേയ്മെന്റ് മേഡ് ടു സസ്പെൻഡഡ് ബെനിഫിഷ്യറീസ് വിച്ച് ഹാസ് നോട്ട് ബീൻ റിക്കവേർഡ്. അതായത് യോഗ്യതയില്ല എന്നത് കണ്ടെത്തി പുറത്താക്കിയ ആളുകൾക്ക് പിന്നെയും പണം കൊടുത്തിട്ടുണ്ട്. 4,08,00,000 രൂപയാണ് അങ്ങനെ പോയിരിക്കുന്നത്. യോഗ്യതയില്ല എന്ന് കണ്ടെത്തി പുറത്താക്കിയവർക്ക് 4 കോടി കൊടുത്തെങ്കിൽ പാർട്ടിക്കാർ അടിച്ചു മാറ്റുന്നതാണ്. ഇപ്പോൾ അക്കൗണ്ട്സിൽ ഉണ്ടാകുന്ന കുഴപ്പം മുഴുവൻ പാർട്ടിക്കാർ അടിച്ചു മാറ്റുന്നതാണ്. വലിയ തോതിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു. പെൻഷൻ അറ്റ് എൻഹാൻസ്ഡ് റേറ്റ് ഡിസ്ബേഴ്സ്ഡ് ബെനിഫിഷ്യറീസ് ബിഫോർ അറ്റൈനിങ് 70 years of age. 75 വയസ്സാകുന്നതിന് മുൻപ് തന്നെ, 75 വയസ്സായിരുന്നു നിയമം, അതിന് മുൻപ് തന്നെ കുടിശ്ശിക എന്ന നിലയിൽ കൂട്ടിയ നിരക്ക് കൊടുത്തു. അതുവഴി 10,11,00,000 രൂപ നഷ്ടം. 48.31% ഓഫ് ടോട്ടൽ എമൗണ്ട് ഓഫ് SSPs ഫോർ ദി ഇയേഴ്സ് ഫ്രം 2017, 18, 2020, 2021 വെയർ ഡിസ്ബേഴ്സ്ഡ് ത്രൂ ഏജൻസ് അറ്റ് ദ ഹോം for the beneficiary through primary agricultural credit societies. The intermediary levels involved do not qualify as direct benefits transfer. ഈ പറയുന്ന പകുതിയോളം രൂപ ഏജന്റ് വഴിയാണ് കൊടുത്തത്. അത് നിയമവിരുദ്ധമാണ്. അത് തട്ടിപ്പിന് കാരണമാകും. ഇറഗുലർ ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് IGNWP to legally divorced, deserted and remarried beneficiaries. Irregular transfer of funds PSCs on accounts of deceased beneficiaries. മരിച്ചവർക്കും ഈ പെൻഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ മരിച്ചവരുടെ കുടിശ്ശികയല്ല, മരിച്ചവർക്കും പെൻഷൻ കൊടുത്തു. ഇങ്ങനെ അനേകം തട്ടിപ്പുകൾ പെൻഷന്റെ പേരിൽ നടക്കുന്നുണ്ട് എന്ന് CAG റിപ്പോർട്ട് നേരത്തെ ഉണ്ട്. ഈ തട്ടിപ്പിന് മുഴുവൻ നേതൃത്വം കൊടുത്തത് പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളാണ്. പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. പെൻഷൻ എന്ന് പറയുന്നത് CPM-കാർക്ക് ലാഭമുണ്ടാക്കാനുള്ള ഒരു തട്ടിപ്പാണ്. അതിൻ്റെ ഭാഗമായി കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും തട്ടിപ്പ് നടത്തിയെന്ന് മാത്രം. അതാണിപ്പോൾ ചർച്ചയാവുന്നത്. അതല്ല, ഈ പെൻഷന്റെ പേരിൽ നടക്കുന്ന മുഴുവൻ തട്ടിപ്പുകളും ചർച്ചയാവണം. ഇത് കൃത്യമായി ഓഡിറ്റിംഗ് നടത്തണം. ആരൊക്കെ ഈ പണം അടിച്ചു മാറ്റിയിട്ടുണ്ടോ, അയോഗ്യരായ ആരൊക്കെ പണം കൊണ്ടുപോയിട്ടുണ്ടോ, അവരൊക്കെ തട്ടിപ്പ് കേസിൽ ജയിലിലാവണം. ഈ തൻ്റെ ഇടം സർക്കാരിനുണ്ടോ? ഉണ്ടാവില്ല. കാരണം തട്ടിപ്പ് നടത്തിയവർ എല്ലാം തന്നെ CPM-കാരാണ്. CPM-നെ പ്രാദേശികമായി സ്വത്തുണ്ടാക്കാനുള്ള പല ഉഡായിപ്പുകളിൽ ഒന്നായി ഈ സാമൂഹികക്ഷേമ പെൻഷനെ മാറ്റിയത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്.